നമസ്കാരം. ജാതക കഥകളിലെ 27ാമത്തെ കഥ മുയലിൻ്റെ സ്വപ്നം. വനത്തിൻ്റെ ഒരു ഭാഗത്ത് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പനകളാണ്. അവയ്ക്കിടയിലുള്ള കുറ്റിക്കാട്ടിൽ കുറേ മുയലുകളുണ്ട്. അതിലൊരു മുയൽ ഒരു ദിവസം പനയുടെ ചുവട്ടിലുള്ള പുൽപ്പൊന്തയിൽ കിടന്ന് വെയിൽ കായുകയായിരുന്നു. അവൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. ലോകം അവസാനിക്കുന്നതായി. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. സ്വപ്നത്തിൽ മുഴുകിയിരുന്ന മുയലിന് ഭൂമി പിളരുന്നതിൻ്റെ ശബ്ദമാണതെന്ന് തോന്നി. അവൻ വല്ലാതെ പേടിച്ചു. ഇനി രക്ഷയില്ല. നിലവിളിച്ചുകൊണ്ട് അവൻ ഓടാൻ തുടങ്ങി. ലോകം അവസാനിക്കുന്നേ, ജീവൻ വേണ്ടവർ ഓടിക്കോ, ഓടിക്കോ. അത് കേട്ട് മറ്റു മുയലുകളും പരിഭ്രാന്തരായി. അവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. ഓടിക്കോ, ഓടിക്കോ, ലോകം അവസാനിക്കുന്നേ. നിലവിളി കേട്ട മറ്റു മൃഗങ്ങളും മുയലുകളോടൊപ്പം ഓടാൻ തുടങ്ങി. മാനും കാളയും കടുവയും പന്നിയും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി മുയലുകളുടെ പിന്നാലെ പാഞ്ഞു. അവസാനം അക്കൂട്ടത്തിൽ ഒരു കുരങ്ങനും കൂടി. അന്ന് ബോധിസത്വൻ സിംഹങ്ങളുടെ രാജാവായി കഴിയുകയാണ്. ഒരു കുന്നിൻ മുകളിൽ നിന്ന് ആ സിംഹത്തലവൻ ഈ കാഴ്ച കണ്ടു. എന്താണ് കാര്യമെന്നറിയുവാൻ മൃഗങ്ങൾ ഓടി വരുന്ന വഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു. കൂട്ട ഓട്ടക്കാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സിംഹം ചോദിച്ചു, എന്താണിത്? എല്ലാവരും എങ്ങോട്ടാണ് പരിഭ്രമിച്ചോടുന്നത്? കുരങ്ങനാണ് അതിനുത്തരം പറഞ്ഞത്. ലോകം അവസാനിക്കാൻ പോകുന്നു, രക്ഷപ്പെടാൻ ഓടുകയാണ്. ഇത് കേട്ട സിംഹത്തിന് ചിരി വന്നു. അവൻ കുരങ്ങനോട് ചോദിച്ചു, നിന്നോട് ആരാണ് ഈ വിഡ്ഢിത്തം പറഞ്ഞത്? ഇവൻ പറയുന്നത് കേട്ടാണ് ഞാൻ ഓടിയത്. കുരങ്ങൻ മാനിനെ ചൂണ്ടിക്കാണിച്ചു. മാൻ കാളയെ, കാള പന്നിയെ. അങ്ങനെ അവസാനം മുയലിൻ്റെ അടുത്തെത്തി. മുയൽ സിംഹത്തിൻ്റെ മുന്നിൽ പരിങ്ങി. അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, ഞാൻ പനങ്കാട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഭൂമി പിളരുന്നതിൻ്റെ വലിയ ശബ്ദം കേട്ടത്. ലോകം അവസാനിക്കുകയാണെന്ന് തോന്നി. ഞാൻ ജീവനും കൊണ്ട് ഓടിപ്പോന്നു. മറ്റുള്ളവരും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി വിളിച്ചു പറഞ്ഞു. ഭൂമി പിളരുന്നോ? നീ എന്ത് അസംബന്ധമാണ് പറയുന്നത്? വാ, നമുക്കൊന്നു പോയി നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. സിംഹത്തിൻ്റെ അഭിപ്രായം കേട്ട് എല്ലാവരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് വിഡ്ഢികളാണ്! ഉറങ്ങിക്കിടന്ന ഇവൻ പനമ്പഴം വീഴുന്ന ശബ്ദമായിരിക്കണം കേട്ടത്. എന്തായാലും നമുക്ക് കാര്യമറിഞ്ഞിട്ട് വരാം. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും സിംഹം മുന്നിലുണ്ടല്ലോ എന്ന ബലത്തിൽ അവരെല്ലാവരും കൂടി പനങ്കാട്ടിലേക്ക് പോയി. അവിടെ പനകളുടെ ചുവട്ടിൽ ഉണങ്ങി വീണ് കിടന്ന പനയോലകളിൽ പനമ്പഴങ്ങൾ വീണ് കിടക്കുന്നു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു പഴം കൂടി വീണു. അതിൻ്റെ വലിയ ഒച്ച കേട്ടപ്പോൾ മൃഗങ്ങൾക്ക് സംശയം തീർന്നു. അപ്പോൾ സിംഹം പറഞ്ഞു, കാര്യമെന്തായാലും നേരറിഞ്ഞേ ചാടി പുറപ്പെടാവൂ. നന്ദി.